നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെക്കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമാ പണി ചെയ്യാം. ശരിയാ, ഡീസിന്റെ കാര്യം. ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. சொல்லுமா, எப்படி இருக்க? நாள் பூரா கால் பண்றேன், நீ ஏன் போன் எடுக்கல? ஏன்டா இந்த வயசுல இவ்வளவு கஷ்டம் எனக்கு கொடுக்குற? கேட்டுட்டே இருக்கேன், பதில் சொல்றா. வேலையில பிஸியா இருந்தம்மா. நீ பார்த்ததெல்லாம் ஒரு வேலையாடா? ஊர் உலகத்துல எவ்வளவு வேலை இருக்கு. இப்போ நீ எதுக்கு கால் பண்ணன்னு மட்டும் சொல்லு. நேற்று நியூஸ்ல முதலாளி இறந்துட்டான்னு கேள்விப்பட்டேன், அது உண்மையாடா? ஆமா, உண்மைதான். அவ்வளோ பெரிய ஆளுக்கு இந்த நிலைமைனா உன் நிலைமை யோசிச்சா ரொம்ப பயமா இருக்குடா. இந்த வேலையை விட்டுடா. நான் இங்கே சேஃப் தான். இதான் எனக்கு பிடிச்ச வாழ்க்கைன்னு எத்தனை வாட்டி சொல்லியிருக்கேன். இந்த தொழில் எனக்கு சாதிக்க வேண்டியது இன்னும் நிறைய இருக்கு. இன்னும் குழந்தை மாதிரியே பேசுறியடா. இந்த ஜென்மத்தில் நீ திருந்தே மாட்டேன். ரவி, உனக்கு எஞ்சி கேட்குறேன்டா, இந்த உயிருக்கு பயந்து வாழ்கிற வாழ்க்கைலாம் வேண்டாம்டா. உன் வயசு பசங்கள்லாம் அவங்கவுங்க குழந்தை குட்டியோட சந்தோஷமா இருக்காங்கடா. உனக்கு அந்த மாதிரி ஒரு நல்லது நடக்கிறத பார்க்குறதுன்னா என் உயிரை கையில் விடு. ഇത് നമ്മൾ ഇത്ര നാൾ പിടിച്ച പണി പോലല്ല. ഡ്രഗ്സിന്റെ ഡീലിങ് ഇതൊക്കെ നമുക്ക് വേണോ? നമ്മളെ കൊണ്ട് ഇതൊക്കെ താങ്ങും. ഏട്ടാ, നമ്മൾ ഇത്ര നാൾ എന്തോ പണി പിടിച്ചെന്ന് നീ പറയുന്നത്? 5000-ന്റെയും 10,000-ന്റെയും പണി. ഇതേ ഒരൊറ്റ ഡീല് കൊണ്ട് 20 ലക്ഷമാണ് കൈ വരാൻ പോകുന്നത്. നീ പറയുന്നതിന് ശരിയാ, പക്ഷെ ഇതൊക്കെ പിടിക്കപ്പെട്ട ജാമ്യം പോലും കിട്ടാത്ത വകുപ്പ്. ഏട്ടാ, ഇത് എങ്ങനെ പിടിക്കപ്പെടുമെന്നാണ് നീ പറയുന്നത്? നമ്മുടെ ഇരിക്കുന്ന ഈ സാധനം നമ്മൾ ചെട്ടിയാറെ കൊണ്ട് കൊടുക്കുന്നു, അങ്ങനെ നമുക്ക് 1 കോടി രൂപ തരുന്നത്. അതിൽ നിന്ന് 80 ലക്ഷം നമ്മൾ മുരുകണ്ണന് കൊടുത്താലും ബാക്കി 20 ലക്ഷം നമുക്കുള്ളതാ. ഇതൊക്കെ നടന്നാ കൊള്ളാം. എടാ, നീ തൊലിഞ്ഞ നെഗറ്റീവടി മാറ്റിയിട്ട് നിനക്ക് എൻ്റെ കൂടെ നിന്ന് തരാൻ പറ്റുമോ? $10 ലക്ഷം കിട്ടുമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 10 ലക്ഷവും ഇല്ല, കൊലക്കേസ് പ്രതിയുമായി. ഇത് മിണ്ടാതിരിക്കണം. പട്ടിയെ കേറിപ്പോ കോണാന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഒരു സമയം തന്നു ആലോചിക്കട്ടെ. താനെ വിട്ടിരുന്ന് ആലോചിച്ചു, ഞാൻ പോവും.
ஹலோ ஏய் இது நீ நினைக்கிற மாதிரி சின்ன மேட்டர் இல்லடா. இதோட மொத்த ஒர்த்து 5 கோடி. மொத பவுனை நம்பி பெரிய மேட்டர்ல இறக்கிறேன்டா. புரியுதா? அவ்வளோ நக்கலை போச்சு. മുരുകൻ എന്തിനാ അവന്റെ ഊഴണവനെ ചാമ്പി? 1 കോടി രൂപ കൈ വന്ന മുരുകൻ അവന്റെ കൂടെ ഉള്ളവനെ അല്ല, അവന്റെ അപ്പനെ വരെ ചാമ്പും. അപ്പൊ ഈ കഥയില് നമ്മുടെ റോള്? അത് നമ്മുടെ മാമുക്കാടെ പഴയ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്.